നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് സിമ്പതിയെയും എമ്പതിയെയും കുറിച്ചാണ്. മനുഷ്യൻ്റെ രണ്ട് വികാരങ്ങളാണ് സിമ്പതിയും എമ്പതിയും. നമ്മൾ വളരെ കോമൺ ആയിട്ട് പലപ്പോഴും ഉപയോഗിക്കാറുള്ള രണ്ട് പദങ്ങൾ കൂടിയാണിത്. അപ്പോൾ എന്താണ് സിമ്പതി, എന്താണ് എമ്പതി, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. ഇത് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി ഒരു ചെറിയൊരു എക്സാമ്പിൾ പങ്കുവെക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ബസ് സ്റ്റാൻഡ്, വളരെ തിരക്കേറിയ ഒരു ബസ് സ്റ്റാൻഡ്. ഓരോ സെക്കൻഡുകളിലും ബസ്സുകൾ കയറി ഇറങ്ങി പോകുന്ന, ഒരുപാട് ജനങ്ങൾ വന്നു പോകുന്ന ഒരു ബസ് സ്റ്റാൻഡ്. അങ്ങനെ ഒരിക്കൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ബസ് സ്റ്റാൻഡിൽ വെച്ചു നമ്മളൊരു അന്ധനായ ഒരു മനുഷ്യനെ കാണുകയാണ്. അയാൾക്ക് അയാളുടെ വീട്ടിലേക്കുള്ള ബസ് കണ്ടെത്തേണ്ടതുണ്ട്. ഒരുപാട് ബസ്സുകൾ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ അയാൾ ഈ ബസ് സ്റ്റാൻഡിൽ വന്നു പോകുന്ന ബസ്സുകൾക്കിടയിലൂടെ, നിറഞ്ഞു നിൽക്കുന്ന ആളുകൾക്കിടയിലൂടെ അയാളുടെ നാട്ടിലേക്കുള്ള ബസ് അന്വേഷിച്ച് നടക്കുകയാണ്. അങ്ങനെയുള്ളൊരു മനുഷ്യനെ നമ്മൾ ബസ് സ്റ്റാൻഡിൽ വെച്ച് കാണുമ്പോൾ നമുക്ക് അയാളോട് ഒരു പാവം തോന്നുകയാണ്. അയ്യോ കഷ്ടം, പാവം. അയാളുടെ അവസ്ഥ കണ്ടിട്ട് നമുക്ക് അദ്ദേഹത്തോട് ഒരു പാവം ഫീലിംഗ് നമുക്ക് തോന്നുകയാണ്. ഈ ഒരു ഫീലിങ്ങിനെയാണ് നമുക്ക് സിമ്പതി എന്ന് പറയാൻ പറ്റുക. അങ്ങനെ നമ്മൾ പലപ്പോഴും യാത്രയിൽ പല അനുഭവങ്ങളും നമുക്കുണ്ടായിട്ടുണ്ടാകും. നമുക്ക് അവരുടെ അവസ്ഥ കാണുമ്പോൾ പാവം, കഷ്ടം എന്നൊക്കെ തോന്നി നമ്മളങ്ങനെ കടന്നു പോകും. എന്നാൽ ഇതിൻ്റെ കുറച്ചും കൂടിയും കടന്നൊരു വശമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാട് കണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രയാസം കണ്ട്, അദ്ദേഹത്തിൻ്റെ ആ ബുദ്ധിമുട്ട് കണ്ട് നമുക്ക് അദ്ദേഹത്തെ സഹായിക്കണമെന്ന് തോന്നുന്നൊരവസ്ഥ. അയ്യോ പാവം എന്ന തോന്നലുകൾക്കപ്പുറം അയാൾ അനുഭവിക്കുന്ന പ്രയാസം അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു തോന്നൽ. അയാളിപ്പോൾ എന്തുമാത്രം പ്രയാസം അനുഭവിക്കുന്നുണ്ടാകും. വലിയ വേഗതയിൽ ബസ്സുകൾ വരുമ്പോൾ അദ്ദേഹത്തിന് അത് കാണാൻ സാധിക്കുന്നില്ലല്ലോ. ആ ബസ്സുകൾ അദ്ദേഹത്തെ എങ്ങാനും തട്ടിയാലോ? എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്കുള്ള ബസ് കണ്ടെത്താൻ കഴിയുക? ഒരുപാട് പേരോട് അന്വേഷിക്കാതെ ആ ബസ് കണ്ടെത്താൻ അയാൾക്ക് സാധിക്കില്ലല്ലോ എന്നൊക്കെ തോന്നിയിട്ട് നമുക്ക് അയാളെ സഹായിക്കാൻ തോന്നുന്നു. നമ്മൾ അദ്ദേഹത്തിൻ്റെ അരികെ ചെല്ലുന്നു. നമ്മൾ അദ്ദേഹത്തോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. അദ്ദേഹത്തിന് പോകേണ്ട സ്ഥലം നമുക്ക് പറഞ്ഞു തരുന്നു. നമ്മൾ അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചുകൊണ്ട്, അയാളുടെ കൈയും പിടിച്ച് നമ്മൾ അദ്ദേഹത്തിന് പോകേണ്ട സ്ഥലത്തേക്കുള്ള ബസ്സിലേക്ക് കൊണ്ടുപോയി ബസ്സിൽ കയറ്റി നമ്മൾ അദ്ദേഹത്തിന് പ്രത്യേകം അനുവദിച്ചിട്ടുള്ള സീറ്റിൽ അദ്ദേഹത്തെ കൊണ്ടുപോയി ഇരുത്തി നമ്മൾ തിരിച്ചു പോരുന്നു. ഇതിനെയാണ് നമ്മൾ എമ്പതി എന്ന് പറയുന്നത്. ഈ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഒന്നാമത്തത്, നമുക്ക് അദ്ദേഹത്തോട് ഒരു പാവം തോന്നുകയാണ്. പക്ഷെ നമുക്ക് അദ്ദേഹത്തെ സഹായിക്കണമെന്നുള്ള ഒരു തോന്നൽ അപ്പോഴും നമുക്ക് ഉണ്ടായിട്ടില്ല. രണ്ടാമത്തത്, നമുക്ക് അദ്ദേഹത്തോട് പാവം തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ അവസ്ഥയെ നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കി നമ്മൾ അദ്ദേഹത്തെ സഹായിക്കുന്നു. നമുക്ക് ഇങ്ങനൊരവസ്ഥ വന്നാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ അദ്ദേഹത്തെ സഹായിക്കുന്നത്. എമ്പതി എന്ന് പറയുന്നത് നമ്മളൊരാളെ അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ട്, ആ സിറ്റുവേഷനെ മനസ്സിലാക്കിക്കൊണ്ട് അയാളുടെ കൂടെ നിന്ന് അയാൾക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നതിനെയാണ് നമ്മൾ എമ്പതി എന്ന് പറയുന്നത്. ഇനി മറ്റൊരു എക്സാമ്പിൾ കൂടി പറയാം. നമ്മളൊരു യാത്രയിൽ, നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്നതിനിടയിൽ ആളില്ലാത്തൊരു സ്ഥലത്ത് വെച്ച് നമ്മുടെ വാഹനം പഞ്ചറായി എന്ന് വിചാരിക്കാം. നമ്മൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങി നോക്കിയപ്പോൾ
ടയർ പഞ്ചറായതാണ്. നമുക്ക് വലിയ പരിചയമില്ലാത്ത ഒരു സ്ഥലമാണ്. അതിലൂടെ ഒരുപാട് വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. നമ്മളിങ്ങനെ റോഡ് സൈഡിൽ വണ്ടി നിർത്തിയിട്ട് അങ്കലാപ്പിലായി നിൽക്കുന്നത് കാണുമ്പോൾ ചില വാഹനത്തിലെ ആളുകൾ ഒന്ന് സ്ലോ ആക്കിയിട്ട് ചോദിക്കും, എന്ത് പറ്റിയെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ പറയുന്നത് ടയർ പഞ്ചറായിപ്പോയെന്ന് പറയും. അപ്പോൾ അവർ പറയുന്നത് അടുത്ത് പഞ്ചർ കട ഉണ്ടോ അന്വേഷിച്ച് നോക്കൂ എന്ന് പറഞ്ഞ് ചിലരെന്ത് ചെയ്യും, വണ്ടി അതുപോലെ മുന്നോട്ട് പോകും. അവർക്ക് നമ്മളോട് സഹതാപമുണ്ട്. നമ്മളുടെ ഒരവസ്ഥ കണ്ടിട്ട് പാവം ഫീലിംഗ് അവർക്ക് തോന്നുന്നുണ്ട്. പക്ഷേ അവർ കടന്നുപോയി. ചില ആളുകൾ തീരെ മൈൻഡ് ചെയ്യാതെ കടന്നു പോകുന്നു. അവർക്ക് നമ്മളോട് സിമ്പതി പോലുമില്ല. എന്നാൽ വേറൊരു കൂട്ടരുണ്ട്, അവർ വരുന്നു, നമ്മളോട് ചോദിക്കുന്നു എന്താണ് പ്രയാസം എന്ന് ചോദിക്കുന്നു. നമ്മൾ ടയർ പഞ്ചറായതാണ് എന്ന് പറയുന്നു. അവർ വാഹനത്തിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് നമ്മുടെ വാഹനം ടയർ മാറ്റുന്നതിന് വേണ്ടി നമ്മളെ സഹായിക്കുന്നു. അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള പഞ്ചർ കടയിൽ എത്തിക്കുന്നത് വരെ നമ്മളെ സഹായിക്കുന്നു. ഇതിനെയാണ് നമ്മൾ എമ്പതി എന്ന് പറയുന്നത്. നേരത്തെ വാഹനം സ്ലോ ആക്കി എന്ത് പറ്റിയെന്ന് ജസ്റ്റ് അന്വേഷിച്ചു പോയവൻ്റെ വികാരത്തെയാണ് നമ്മൾ സിമ്പതി എന്ന് പറയുന്നത്. ഇതാണ് സിമ്പതിയും എമ്പതിയും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ആ ഒരു അവസ്ഥയെ നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി, നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നാലോ നമ്മളുടെ കഷ്ടപ്പാട് എന്തായിരിക്കും, നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ എന്തായിരിക്കുമെന്ന് ഒരു മനുഷ്യനെ കൃത്യമായിട്ട് മനസ്സിലാക്കി അയാളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ പരമാവധി ചെയ്തു കൊടുക്കുന്നതിനെയാണ് നമ്മൾ എമ്പതി എന്ന് പറയുന്നത്. സിമ്പതിയും എമ്പതിയും തമ്മിലുള്ള വലിയൊരു വ്യത്യാസമെന്ന് പറയുന്നത്, എമ്പതി അൺകണ്ടീഷണൽ ലവ് ആണ്. ഒരു കണ്ടീഷനുമില്ലാതെ നമ്മൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുകയാണ് അല്ലെങ്കിൽ സഹായിക്കുകയാണ്. പക്ഷേ സിമ്പതി എന്ന് പറയുന്നത് കണ്ടീഷണൽ ലവ് ആണ്. നമ്മൾ തിരിച്ചെന്തെങ്കിലും ആഗ്രഹിച്ച് അല്ലെങ്കിൽ തിരിച്ചെന്തെങ്കിലും പ്രതീക്ഷിച്ച് അവരെ സഹായിക്കുന്നതാണ് സിമ്പതി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളുണ്ടെന്ന് വിചാരിക്കുക. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങൾ കണ്ട് നമ്മൾ അദ്ദേഹത്തെ സാമ്പത്തികമായിട്ടൊക്കെ സഹായിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനത്തെ ആളോട് നമുക്ക് തോന്നുന്ന ഒരു ഫീലിങ്ങിനെ നമുക്ക് സിമ്പതി എന്ന് പറയാൻ പറ്റും. എമ്പതി ഉള്ള ഒരാൾ അയാളുടെ പ്രയാസം മനസ്സിലാക്കി അയാളുടെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകാൻ വേണ്ടി അയാൾക്ക് പല സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കും. പല സ്ഥലത്ത് ജോലി സാധ്യതകളുള്ളതിനെക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കും. എവിടെയൊക്കെ സാധ്യതകളുണ്ട്, ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയരാൻ പറ്റുമെന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും. സിമ്പതിയുള്ള ആൾക്ക് അദ്ദേഹത്തോട് ഒരു പാവം ഫീലിംഗ് മാത്രമാണ് ഉണ്ടാവുക. വല്ലപ്പോഴുമെല്ലാം അദ്ദേഹത്തെ ചിലപ്പോൾ സാമ്പത്തികമായിട്ട് ചെറിയ തോതിൽ സഹായിക്കുകയും ചെയ്യും. പക്ഷേ ഇവർ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഈ പാവപ്പെട്ട മനുഷ്യന് ഭാവിയിൽ എന്തെങ്കിലും ചെറിയ കച്ചവടമൊക്കെ ചെയ്തു അത് പതുക്കെ ഡെവലപ്ഡായി വലിയ ബിസിനസ്സായി വലിയ പണക്കാരനായി മാറിയെന്ന് വിചാരിക്കുക. നേരത്തെ സിമ്പതി തോന്നിയ ആൾക്ക് ഇദ്ദേഹം പണക്കാരനായി വലിയ വീട് വെച്ച് വലിയ കാറ് വാങ്ങി വിലസുന്നത് കാണുമ്പോൾ ഇവർക്കത് സഹിക്കില്ല. സിമ്പതി തോന്നിയ ആൾക്ക്, ഇന്നലെ കഷ്ടപ്പെട്ട് നടന്നിരുന്ന ആളായിരുന്നു, ഇപ്പം എന്താണ് അവൻ്റെ അഹങ്കാരം എന്നൊക്കെയാണ് സിമ്പതി തോന്നിയവൻ പറയുക. പക്ഷേ എമ്പതി തോന്നിയ ആൾക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് അല്ല ഉണ്ടാവുക. അയാൾക്കെന്താ തോന്നുക, അയാൾ രക്ഷപ്പെട്ടല്ലോ, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബവും വളരെ സന്തോഷത്തിലായിരിക്കുന്നു കാണുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സ് നിറഞ്ഞു പോകും. ഇതാണ് സിമ്പതിയും എമ്പതിയും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സിമ്പതിയും എമ്പതിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മളതിനെ ജസ്റ്റ് കൺക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റും: എബിലിറ്റി ടു ഐഡൻറ്റിഫൈ ആൻഡ് അണ്ടർസ്റ്റാൻഡ് അനദർ പേഴ്സൺസ് സിറ്റുവേഷൻസ് ആൻഡ് ഫീലിംഗ്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എമ്പതി എന്ന് പറയുന്നത്. ഈ സൈഡ് എമ്പതിയാണ്. എന്നാൽ ഫീലിംഗ് ഓഫ് സോറോ ആൻഡ് പിറ്റി ഫോർ സംവൺ എൽസ് ഫോർച്യൂൺ, ഇതിനെയാണ് നമ്മൾ സിമ്പതി എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോൾ ഒന്നാമത്തെ കോളത്തിൽ പറയുന്നത് എമ്പതിയാണ്, രണ്ടാമത്തെ കോളത്തിൽ പറയുന്നത് സിമ്പതിയാണ്. ഒന്നാമത്തെ കോളത്തിൽ എബിലിറ്റി ടു ഐഡൻറ്റിഫൈ, നമുക്ക് തിരിച്ചറിയാനുള്ള കഴിവ്, ആൻഡ് അണ്ടർസ്റ്റാൻഡ് അനദർ പേഴ്സൺ സിറ്റുവേഷൻ, മറ്റൊരു വ്യക്തിയുടെ സിറ്റുവേഷനെ മനസ്സിലാക്കാനും തിരിച്ചറിയാനുമുള്ള കഴിവ്, ആൻഡ് ഫീലിങ്സ്, അവരുടെ ഫീലിങ്സിനെയും. ഇപ്പുറത്തെന്താണ് സിമ്പതിയിൽ എന്താ പറയുന്നത്? ഫീലിങ്സ് ഓഫ് സോറോ ആൻഡ് പിറ്റി, പാവം അല്ലെങ്കിൽ കഷ്ടം എന്ന് തോന്നുന്ന ഒരു ഫീലിംഗ്. ഫോർ സംവൺ എൽസ് മിസ് ഫോർച്യൂൺ, മറ്റുള്ളവരുടെ നിർഭാഗ്യങ്ങളിൽ നമുക്ക് തോന്നുന്ന ഒരു പാവം, അയ്യോ പാവം, കഷ്ടം എന്നുള്ള ഒരു തോന്നൽ. ഇനി എമ്പതി, ക്യാൻ അണ്ടർസ്റ്റാൻഡ് അനദർ സിറ്റുവേഷൻസ്, എമ്പതിയുള്ള ആൾക്ക് മറ്റുള്ള ആളുടെ സിറ്റുവേഷനെ മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ സിമ്പതിയുള്ള ആൾക്ക് കനോട്ട് അണ്ടർസ്റ്റാൻഡ് അനദേഴ്സ് സിറ്റുവേഷൻ, മറ്റുള്ള ആളുടെ സിറ്റുവേഷനെ കറക്റ്റ് മനസ്സിലാക്കാൻ സാധിക്കില്ല. അടുത്ത് നോക്കൂ, എമ്പതിയുള്ള ആൾക്ക് മേ ഹാവ് സിമിലർ എക്സ്പീരിയൻസ് ഇൻ ദ പാസ്റ്റ്, എമ്പതിയുള്ള ആൾക്ക് നേരത്തെ അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. ഓക്കെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ടയറ് പഞ്ചറായപ്പോൾ നമ്മളെ സഹായിച്ച ഒരാൾ, അയാൾക്കൊരു പക്ഷേ മുമ്പ് അദ്ദേഹം അതുപോലെ കുടുങ്ങിപ്പോയ ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ നേരത്തെ അവർക്ക് അത്തരമൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവാം. ആ അനുഭവത്തിൽ നിന്നായിരിക്കണം നമ്മളെ അദ്ദേഹം സഹായിച്ചിട്ടുണ്ടാവുക. പക്ഷേ സിമ്പതിയുള്ള ആൾക്ക് ഡസ് നോട്ട് ഹാവ് സിമിലർ എക്സ്പീരിയൻസ്, അവർക്ക് നേരത്തെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവില്ല. ഓക്കെ, ഇനി എമ്പതിയുള്ള ആൾക്ക് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് അക്സെപ്റ്റൻസ് ആർ എവോക്ഡ്, അയാളുടെ മെയിനായിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ്ങും അക്സെപ്റ്റൻസ് ആയിരിക്കും. സ്വീകരിക്കാൻ അയാൾ എപ്പോഴും എന്തായിരിക്കും? തയ്യാറായിരിക്കും. പക്ഷേ സിമ്പതിയുള്ള ആൾക്ക് പിറ്റി, സോറോ ആൻഡ് കൺസേൺ ആർ ഇവോക്ഡ്, അയാൾക്ക് കഷ്ടം അല്ലെങ്കിൽ പാവം എന്നുള്ള ഒരു ഫീലിംഗ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇതാണ് എമ്പതിയും സിമ്പതിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളെപ്പോഴും സിമ്പതിയുള്ളവരാവാനല്ല ശ്രമിക്കേണ്ടത്, നമുക്ക് എമ്പതിയുള്ളവരാകാൻ ശ്രമിക്കണം. എമ്പതിയുള്ളവരായിട്ട് നമുക്ക് മാറാൻ സാധിക്കണം. മറ്റുള്ളവരുടെ പ്രയാസങ്ങളിൽ, അവരുടെ വിഷമങ്ങളിൽ, അവരുടെ സാഹചര്യങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ സിറ്റുവേഷൻസ് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ കൂടെ നിൽക്കാനും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാനും നമുക്ക് സാധിക്കണം. സിമ്പതിയെക്കുറിച്ച് അല്ലെങ്കിൽ എമ്പതിയെക്കുറിച്ച് വളരെ പ്രമുഖമായിട്ടുള്ള ഒരു ക്യാപ്ഷനുണ്ട്. ആ ക്യാപ്ഷന് കൂടി നമുക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ആ ക്യാപ്ഷൻ ഇങ്ങനെയാണ്: എമ്പതി ഈസ് ലൈക്ക് ഗിവിങ് സംവൺ എ സൈക്കോളജിക്കൽ ഹഗ്. അതായത് എമ്പതി എന്ന് പറയുന്നത് നമ്മളൊരു മനുഷ്യനെ ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു ഹഗ് നൽകുന്നതിന് തുല്യമാണ്. ഹഗ് ഒരു മനുഷ്യന് ഒരുപാട് ധൈര്യം പകർന്നു നൽകുന്ന ഒരവസ്ഥയാണ് ഹഗ് എന്നുള്ളത്. അപ്പോൾ എമ്പതി നമ്മളൊരു മനുഷ്യനെ ചേർത്ത് പിടിക്കുകയാണ്. അയാളുടെ മനസ്സിനെ, അയാളുടെ ശരീരത്തെ, അയാളുടെ ചിന്തകളെ നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാനുണ്ട് കൂടെ എന്ന് ധൈര്യം പകരുന്ന ഒരവസ്ഥയാണ് എമ്പതി എന്നുള്ളത്. നമ്മളെല്ലാവരും എമ്പതിയുള്ളവരാകാൻ ശ്രമിക്കുക. കരുണയുടെ, സ്നേഹത്തിൻ്റെ പ്രസരണങ്ങൾ നമ്മളിൽ നിന്നും നമ്മുടെ ചുറ്റുപാടിലുമുള്ള ആളുകൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കട്ടെ. താങ്ക് യു.